ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എത്രയും സ്നേഹബഹുമാനമുള്ള അംഗങ്ങളെ, സെൻറ് തോമസ് ധ്യാന കേന്ദ്രത്തിൻ്റെ തിരുവചനാഗ്നി എന്ന പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവരെയും അറിയിക്കുന്നു. ലോകം ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നെല്ലാവർക്കും അറിയാം. എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്. യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ അതങ്ങനെ നിൽക്കുന്നു, കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ നിൽക്കുന്നു. ലോകത്തെവിടെയും മനുഷ്യൻ ജീവിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് ഓടിക്കൂടുന്നവരുടെ എണ്ണം കൂടിയിരിക്കുന്നു. നമ്മൾക്ക് ഒരേ ഒരു അഭയസ്ഥാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതുപോലെ തന്നെ ക്രിസ്തുവിൽ നിന്നും ഇതൊക്കെ അകന്നു പോയിക്കുന്നവരുടെ എണ്ണവും വളരെ കൂടുതൽ തന്നെയാണ്. അവരെ ഇതിലേക്ക് ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക, ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് ഇതിലൂടെ നമ്മൾ നടപ്പാക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സ്നേഹം എന്നതിനെക്കുറിച്ചാണ്. വേദപുസ്തകത്തിൻ്റെ സാരസംഗ്രഹം എന്ന് പറയുന്ന വിഷയവും സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ക്രിസ്തു വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ 316 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് യോഹന്നാനാണ് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാനെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നാണ് അറിയപ്പെടുന്നത് പോലും. വേദപുസ്തകത്തിൽ മൊത്തം 800-ലധികം പ്രാവശ്യം സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയമെന്ന് പറയുന്നത് വെളിപാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3-4 വേദഭാഗങ്ങളാണ്. ആ വേദഭാഗത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എഫേസസിലെ സഭയ്ക്ക് സഭ സ്ഥാപിച്ചിട്ട് 45 വർഷങ്ങൾക്ക് ശേഷം യോഹന്നാന് വെളിപ്പെട്ട് കിട്ടുന്ന രഹസ്യങ്ങൾ ഇതിലൂടെ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ഇത് കർത്താവായ യേശു ക്രിസ്തു നമ്മളോടും പറയുന്നതാണ്. വേദഭാഗത്തിൽ എഫേസ്യ സഭയോട് യോഹന്നാൻ പറയുന്നതാണ്. സഭ സ്ഥാപിച്ചിട്ട് 45 വർഷം കഴിയുമ്പോൾ അവരുടെ സ്നേഹം കുറഞ്ഞുപോയി എന്നുള്ള വലിയൊരു കുറവാണ് അവിടെ പറയുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളണം. ഒരു കുറവ് പറയുന്നതിന് മുമ്പേ അവൻ ചെയ്ത നന്മകളെ, ആ സഭ ചെയ്ത നന്മകളെയും ത്യാഗങ്ങളെയും കുറിച്ച് 8 കാര്യങ്ങൾ പ്രതിപാദിച്ചതിന് ശേഷം മാത്രമാണ് യോഹന്നാൻ ഇങ്ങനെ പറയുന്നത്: നിനക്ക് ഒരു കുറവുണ്ട്, സ്നേഹം കുറഞ്ഞുപോയി, ആദ്യ സ്നേഹം ഇല്ല എന്ന ഒരേ ഒരു കുറ്റം മാത്രമേ പറയുന്നുള്ളൂ. ഇത് നമ്മളോടാണെന്ന് പറയുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ ആ ഉണ്ടായിരുന്ന സ്നേഹം ഇന്ന് നമുക്ക് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട അവസരം തന്നെയാണ്. ഇത് കുടുംബ ബന്ധങ്ങളിലും ഇത് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആദ്യകാലങ്ങളിൽ എനിക്ക് അപ്പനോടുണ്ടായിരുന്ന സ്നേഹം, അമ്മയോടുണ്ടായിരുന്ന സ്നേഹം, മക്കളോടുണ്ടായിരുന്ന സ്നേഹം, സമൂഹത്തോടുണ്ടായിരുന്ന സ്നേഹം, അയൽവക്കക്കാരോടുണ്ടായ സ്നേഹം, എനിക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി വന്നപ്പോൾ എനിക്കതിന് കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമെന്ന് പറയുന്നത്. എന്താണ് സ്നേഹമെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. ഈ സ്നേഹമെന്ന് പറഞ്ഞാൽ പ്രോഫറ്റ് എന്ന് പറയുന്ന ഖലീൽ ജിബ്രാൻ്റെ വിശ്വപ്രസിദ്ധമായൊരു പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മൃദാവ് എന്ന് പറയുന്ന കഥാപാത്രം എന്താണ് സ്നേഹമെന്ന് ചോദിക്കുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന വലിയൊരു മറുപടിയുണ്ട്. ആ ഒരു വൃക്ഷം കാണിച്ചു കൊടുക്കുന്നു. മാവ് എന്ന് പറയുന്ന വൃക്ഷത്തെ കാണിച്ചു കൊടുത്തിട്ട് അതിൽ കിടക്കുന്ന ഒരു മാങ്ങയെ മാത്രമായിട്ട് നിനക്ക് സ്നേഹിക്കുവാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും സ്നേഹിക്കാൻ സാധിക്കുകയില്ല. അത് സ്നേഹമല്ല. ആ മാങ്ങയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ
ആ മാവിനെ സ്നേഹിക്കും, അതിൻ്റെ ഇലകളെ സ്നേഹിക്കും, അതുപോലെ ആ കാലാവസ്ഥയെ സ്നേഹിക്കും, അതിനെ പോറ്റി വളർത്തുന്ന ആ ദൈവത്തെയും നമ്മൾ സ്നേഹിക്കും. അതാണ് സ്നേഹമെന്ന് പറയുന്നത്. സ്നേഹത്തിൻ്റെ വിപരീത പദം എന്ന് പറയുന്നത് ഇഷ്ടമെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മാവാണെങ്കിൽ അതിൻ്റെ മാങ്ങ പറിച്ചു തിന്നുന്നത് ഒരു ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറയുന്നത് ഒരു വികാരം മാത്രമാണ്. സ്നേഹമെന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത് എന്ന് നമ്മൾ ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. ആദ്യ സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 34 വേദഭാഗങ്ങളിൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. സാധുക്യർ ക്രിസ്തുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളുടെ മറുപടിയാണ് പറയുന്നത്. അതിലെങ്ങനെയാണ് പറയുന്നത്? 34-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സാധുക്യരെ അവൻ മിണ്ടാണ്ടാക്കിയതിന് ശേഷം കേട്ടിട്ട് പരീശന്മാർ ഒന്നുകൂടി അവനിൽ ഒരു വൈദികൻ അവരെ പരീക്ഷിച്ചു. ഗുരോ, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലുത് എന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകൾ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ആദ്യം സ്നേഹമെന്ന് പറയുന്ന വികാരം, ദൈവീക സ്നേഹം നമുക്കുണ്ടാകണമെന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നതും ആദ്യം നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി ആരാധിക്കണം. അതിനോടുകൂടെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് സ്നേഹമെന്ന് പറയുന്നത്. ഈ സ്നേഹത്തെക്കുറിച്ച് സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ ഇങ്ങനെയാണ് പറയുന്നത്. യോഹന്നാൻ്റെ അമ്മയായിരിക്കുന്ന യോഹന്നാനും യാക്കോബും സഹോദരന്മാരാണ്. അവരിങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ യോഹന്നാൻ്റെ അമ്മ യേശുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്, എൻ്റെ മക്കളെ കർത്താവിൻ്റെ ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തും ഇരുത്തണമെന്നാണ് പറയുന്നത്. അവർക്ക് കിരീടം കൊടുക്കണം, ചെങ്കോല് കൊടുക്കണം, അധികാരങ്ങൾ കൊടുക്കണം, സിംഹാസനങ്ങൾ കൊടുക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അതങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവസാന അത്താഴത്തിൻ്റെ സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ മാറിലേക്ക് ഒരു ശിഷ്യൻ ചാരുന്നുണ്ട് എന്ന് വേദപുസ്തകം നമ്മളോട് സാക്ഷ്യം പറയുന്നു. ആ ചാരിയത് യോഹന്നാനാകുന്നു എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. ആ ചാരിയവൻ തന്നെയാണ് സാക്ഷ്യം പറയുന്നത്. യോഹന്നാൻ യേശുവിൻ്റെ മാറിലേക്ക് ചാരുമ്പോൾ യോഹന്നാന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നു. യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പുകൾ കേട്ടപ്പോൾ യോഹന്നാൻ തിരിച്ചറിയുന്നു, ഈ ദൈവം സ്നേഹമാകുന്നു എന്ന് യോഹന്നാൻ വെളിപ്പെട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ യേശുവിൻ്റെ മാറിലേക്ക് ചാരിയപ്പോൾ ആ പഴയ നിയമ പ്രവാചകന്മാർ ദൈവത്തിൻ്റെ പേര് ചോദിച്ചു പോകുന്നുണ്ട്. പഴയ നിയമത്തിൽ യാക്കോബ് ചോദിക്കുന്നുണ്ട്, പ്രവാചകന്മാർ ചോദിക്കുന്നുണ്ട്, യഹോവയായ ദൈവത്തിൻ്റെ പേര് ചോദിക്കുന്നു. ആ പഴയ നിയമത്തിൽ ആർക്കും വെളിപ്പെട്ട് കിട്ടാത്ത രഹസ്യം യേശുവിൻ്റെ മാറിലേക്ക് ചാരിയപ്പോൾ യോഹന്നാന് വെളിപ്പെട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. ദൈവം സ്നേഹമാകുന്നു എന്ന് വെളിപ്പെട്ട് കിട്ടുന്നു. നമ്മൾക്കും സ്നേഹം എന്തെന്ന് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ യേശുവിൻ്റെ മാറിലേക്ക് ചാരുമ്പോൾ മാത്രമേ നമുക്കത് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്നൊരു തീരുമാനമെടുക്കണം. യേശുവിൻ്റെ മാറിലേക്ക് നമുക്ക് ചാരുമ്പോൾ ദൈവം സ്നേഹമെന്ന് വെളിപ്പെട്ട് കിട്ടും നമുക്ക്. ഇപ്പോൾ ശാസ്ത്രം വളരെ പുരോഗമിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ശാസ്ത്രം ഒരു കാര്യം പറയുന്നുണ്ട്, പൈതലായിരിക്കുന്ന ഒരു കൊച്ചുണ്ടായി കഴിയുമ്പോൾ തന്നെ ആ കൊച്ചിന് അതിൻ്റെ അമ്മയെ തിരിച്ചറിയുവാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ആ കൊച്ചിനെ മറ്റൊരു മാതാവിൻ്റെ മുല കുടിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് കുടിക്കുകയില്ല എന്നാണ് പറയുന്നത്. എന്തെന്നാൽ അതിൻ്റെ അമ്മയുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പുകൾ ആ കൊച്ചിന് തിരിച്ചറിയുവാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ യേശുവിൻ്റെ സ്നേഹം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കാണ്ടിരിക്കുന്നതാണ് ഈ ലോകത്തെ എല്ലാവിധമായ പ്രശ്നങ്ങളുടെയും കാരണമെന്ന് പറയുന്നത്. യേശുവിൻ്റെ സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. യേശു തൻ്റെ 40-നും 60-നും വരയ്ക്ക് ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ സുവിശേഷങ്ങളിൽ പ്രഘോഷിച്ചിരിക്കുന്നത് എല്ലാം അതിൻ്റെ സ്നേഹത്തിൻ്റെ ഉപമകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് നമ്മൾ മറന്നു പോകരുത്. ദൈവം സ്നേഹമാകുന്നു എന്ന് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ നമ്മൾക്ക് യേശുവിൻ്റെ മാറിലേക്ക് ചാരുവാൻ നമുക്ക് ഈ സന്ദർഭങ്ങൾ നമ്മൾ വിനിയോഗിക്കണം. യേശുവിൻ്റെ മാറിലേക്ക് ചാരുമ്പോൾ നമുക്ക് ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ മാത്രമേ, യേശുവിൻ്റെ മാറിൽ ചാരുമ്പോൾ മാത്രമേ ദൈവം സ്നേഹമാകുന്നു എന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. ദൈവം സ്നേഹമാണെന്ന് വെളിപ്പെട്ട് കിട്ടിയാൽ നമുക്ക് എല്ലാം അത്
എല്ലാ ന്യായപ്രമാണങ്ങളും അതിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് സഹോദരനോട് സ്നേഹമായിരിക്കും, വീട്ടുകാരോട് സ്നേഹമായിരിക്കും, അപ്പനോട് സ്നേഹമായിരിക്കും, എല്ലാവരോടും സ്നേഹമായിരിക്കും. ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ മാത്രമേ ആ ദൈവീക സ്നേഹം നമുക്ക് പകർന്നു നൽകുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മറന്നു പോകരുത്. ആ സ്നേഹം, ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾക്ക് മടങ്ങിപ്പോകണമെങ്കിൽ നമ്മൾക്ക് 3 കാര്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് ഉദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾക്ക് ഓർമ്മകൾ വേണമെന്നാണ് പറയുന്നത്. ഓർമ്മകളുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾക്ക് ആദ്യ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ വന്ന വഴികൾ നമ്മൾ മറന്നു പോകരുത് എന്നാണ് പറയുന്നത്. പത്രോസ് യേശു ക്രിസ്തുവിനെ തള്ളി പറയുന്നതായിട്ട് നമ്മൾക്ക് വേദപുസ്തകത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളി പറയുന്നുണ്ട്. പത്രോസ് അത് ഓർക്കുമ്പോൾ തന്നെ കരയുന്നു എന്നാണ് പറയുന്നത്. പത്രോസ് കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പത്രോസിന് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ചോദിക്കുന്നു, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുവോ? വീണ്ടും ചോദിക്കുന്നു, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരിലും അധികമായി പത്രോസ് കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള മറുപടിയാണ് പറയുന്നത്. ഇതേ ചോദ്യം തന്നെ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് ചോദിക്കുന്നു. മോനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മോനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? മോളെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. പത്രോസ് പറഞ്ഞതുപോലെ പത്രോസ് വീണ്ടും കർത്താവിനോട് പറയുന്നു, പത്രോസേ മറ്റുള്ളവരിൽ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതുപോലെ പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. പത്രോസ് വീണ്ടും തൻ്റെ ജഹീക ജീവിതത്തിൽ മുഴുവൻ സമയവും കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നത്. പത്രോസ് എല്ലാ ദിവസവും എണീക്കുമ്പോൾ കോഴി കൂവുന്നത് കേൾക്കുമ്പോൾ പത്രോസിന് കരച്ചിൽ വരികയാണ്. എന്താണ് പത്രോസിന് കരച്ചിൽ വരുന്നത്? ആ കോഴി കൂകുമ്പോൾ നീ എന്നെ 3 വട്ടം തള്ളി പറയുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനങ്ങളെ ഓർത്തുകൊണ്ടാണ് പത്രോസ് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പത്രോസിന്റെ കണ്ണുനീർ ഒഴുകി ആ 2 കണ്ണുനീർ ചാലുകൾ ഇങ്ങനെ ആ കവിളിലൂടെ തീർത്തിരുന്നു എന്നാണ് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഇതുപോലെ നമ്മൾ ആദ്യ കാലഘട്ടത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ, ആ പഴയ കാലഘട്ടങ്ങൾ, നമ്മൾ ചെറുപ്പത്തിലേ നടന്നു വന്ന കാലഘട്ടങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഓർമ്മകളുണ്ട് എങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും ഫുട് പ്രിന്റ് എന്ന് പറയുന്ന അതിമനോഹരമായിരിക്കുന്ന ഒരു ആംഗലേയ കാവ്യമുണ്ട്. കാൽപാദങ്ങൾ എന്ന് പറയുന്ന, ആ കാലടികൾ എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനുമായിട്ട് യേശു ക്രിസ്തു ഒരു സായം സന്ധ്യയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു അവനെ ചെറുപ്പകാലത്തിലെ വീഡിയോ ക്ലിപ്പിങ്ങുകൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനോട് അവൻ ചോദിക്കുന്നു, 1 വയസ്സുള്ളപ്പോൾ അവൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ അപ്പൻ്റെ കൂട്ടത്തിൽ ഇരിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, അമ്മയുടെ കൂട്ടത്തിൽ ഇരിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, സ്വന്തക്കാരുടെയും ബന്ധക്കാരുടെയും കൂട്ടത്തിൽ ഇരിക്കുന്നതൊക്കെയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ നടന്നു പോകുമ്പോൾ 2 പേർ നടന്നു പോകുമ്പോൾ 3 കാൽപാദങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഇതുപോലെ 4 പേർ പോകുമ്പോൾ 5 പേരുടെ കാൽപാദങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു ഓരോരുത്തരെയും കാണിച്ചു കൊടുത്ത് മറുപടി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ അവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പല ക്ലാസ്സുകളിലും അവൻ തോറ്റുപോയി. അവൻ തോറ്റുപോയപ്പോൾ അവൻ ഒറ്റയ്ക്ക് നടന്നു വരുമ്പോൾ ആ പരാജയപ്പെട്ടിട്ട് തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ ആരും അവൻ്റെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. അവൻ വീണു പോകുന്നു, തളർന്നു പോകുന്നു. അപ്പോൾ 1 കാൽപാദങ്ങൾ മാത്രമേ കാണുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവൻ യേശുവിനോട് പരിഭവപ്പെട്ടുകൊണ്ട് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, യേശുവേ, ഞാൻ പരാജയപ്പെട്ടപ്പോൾ, ഞാൻ വീണുപോയപ്പോൾ കർത്താവ് എന്നെ ഒറ്റപ്പെടുത്തിയല്ലോ എന്നാണ് പറയുന്നത്. എൻ്റെ കാൽപാദങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, യേശുവിൻ്റെ കാൽപാദങ്ങൾ അവിടെ കണ്ടില്ലല്ലോ എന്നാണ് അവൻ ചോദിക്കുന്നത്. യേശു അവനോട് പറയുകയാണ് ചെയ്യുന്നത്, മകനെ, നീ പരീക്ഷയിൽ പരാജയപ്പെട്ട് നീ വീട്ടിലേക്ക് പോയപ്പോൾ നീ തളർന്നു വീണു പോയിരുന്നു. അപ്പോൾ നിന്നെ വഹിച്ചത് ഞാനായിരുന്നു എന്നാണ് പറയുന്നത്. ആ കാണുന്നത് നിന്റെ കാൽപാദങ്ങളല്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മറന്നു പോകരുത്, യേശു നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രാവശ്യങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടു പോയപ്പോൾ, നമ്മൾ വീണുപോയപ്പോൾ, നാം ഒറ്റപ്പെട്ടു പോയപ്പോൾ യേശുവല്ലേ നമ്മളെ വഹിച്ചത്, യേശുവല്ലേ നമ്മളെ സഹായിച്ചത് എന്ന് നമ്മൾ മറന്നു പോകരുത്. സാമ്പത്തികമായി നമ്മൾ അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ, നമുക്ക് നല്ല ജോലി കിട്ടിയപ്പോൾ, നമ്മൾ നല്ല വീട് പണിതപ്പോൾ, സാമ്പത്തികമായ അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ നമ്മൾ ദൈവത്തെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പിന്നോട്ടേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ, നമ്മുടെ ചെറുപ്പകാലഘട്ടം നമ്മൾ നോക്കുമ്പോൾ, ആ വന്ന വഴികൾ നമ്മൾ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക്
ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റിപ്പൻറ്റൻസ് ആണ്, മാനസാന്തരമാണ്. മാനസാന്തരം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. സ്നാപക യോഹന്നാൻ തൻ്റെ സുവിശേഷ ദൗത്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനാണ് പഠിപ്പിച്ചിരുന്നത്. യോഹന്നാൻ സ്നാപകൻ തൻ്റെ ദൗത്യം അവസാനിച്ചപ്പോൾ ക്രിസ്തു തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നതും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് വരണമെന്നാണ് പറയുന്നത്. ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നോമ്പുകളൊക്കെ നമ്മളുടെ സഭ ക്രമീകരിച്ചിരിക്കുന്നത്. ആ നോമ്പ് എന്ന് പറയുന്നത് ക്രിസ്തു 40 ദിവസം നോമ്പ് നോറ്റു എന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. ഏലിയാവ് നോറ്റു, മോശ നോമ്പ് നോറ്റു എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് അവർ നോമ്പ് നോറ്റത്? ഒരു മനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ്. യേശു ക്രിസ്തു നോമ്പ് നോറ്റതിന് ശേഷം പുറത്തേക്ക് വരുമ്പോൾ സാത്താൻ അവനെ പരീക്ഷിക്കുന്നതായി വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നോമ്പിന്റെ അനുഭവം എന്ന് പറയുന്നത് ആന്തരികമായ ഇന്ദ്രിയങ്ങളെയും ബാഹ്യമായ ഇന്ദ്രിയങ്ങളെയും നിഗ്രഹിക്കുമ്പോൾ മാത്രമേ ആ ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുകയുള്ളൂ. ഒരു മനസാന്തരം ഉണ്ടാകുമ്പോൾ മാത്രമേ ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് പ്രാർത്ഥന കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ, കണ്ണുനീര് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ആന്തരികമായ ഇന്ദ്രിയങ്ങളെയും ബാഹ്യമായ ഇന്ദ്രിയങ്ങളെയും നിഗ്രഹിക്കുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവിന് നമ്മിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു അനുഭവത്തിലേക്ക്, ആ കണ്ണുനീരിൻ്റെ മുമ്പിൽ തോറ്റുകൊടുക്കുന്ന ആ കർത്താവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ ക്രിസ്തു എന്ന് പറയുന്ന നമ്മുടെ അപ്പൻ നമ്മുടെ മുമ്പിൽ തോറ്റു തരികയാണ് ചെയ്യുന്നത്. കർത്താവായ യേശു ക്രിസ്തു അനേക ഉപമകൾ പഠിപ്പിക്കുന്നുണ്ട്. കണ്ണുനീരോടുകൂടി ഒരു സ്ത്രീ തൻ്റെ മകളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി യേശുവിനെ സമീപിക്കുന്നതായി വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. അനേക പ്രാവശ്യം ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് പോകുമ്പോൾ ആ സ്ത്രീയോട് കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല എന്നവിടെ പറയുന്നുണ്ട്. പക്ഷേ കർത്താവ് പറയുന്നുണ്ട്, അപ്പോൾ സ്ത്രീ പറയുന്നുണ്ട്, ആ യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ ഭക്ഷിച്ചുകൊണ്ടും കുട്ടികൾ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്ന വലിയൊരു മറുപടിയുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, മകളെ, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിച്ചു കൊള്ളട്ടെ എന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ ഇഷ്ടം പോലെയല്ല അവിടെ സംഭവിക്കുന്നത്, നിന്റെ ഇഷ്ടം പോലെ ഭവിച്ചു കൊള്ളട്ടെ എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ആ കണ്ണുനീരിൻ്റെ മുമ്പിൽ ആ സ്നേഹനിധിയായിരിക്കുന്ന യേശു ക്രിസ്തു അവിടെ തോറ്റു തരികയാണ് ചെയ്യുന്നത്. ഇതുപോലെ മനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മൾക്ക് വരണമെങ്കിൽ ആ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയുണ്ടെങ്കിൽ മാത്രമേ, ആന്തരികമായ ബാഹ്യമായ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. തോമസ് മൂറിന്റെ അതിമനോഹരമായ ഒരു കാവ്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഗബ്രിയേൽ മാലാഖ ആ ഭൂമിയിലേക്ക് ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി, സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട് അനേക ഭവനങ്ങളിൽ ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. എല്ലാ ഭവനത്തിലേക്കും എത്തുമ്പോൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഗബ്രിയേൽ മാലാഖയുടെ മുമ്പിൽ ഓരോരുത്തരും കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. ഒരു വിധവയുടെ വീട്ടിലെത്തുമ്പോൾ വിധവയുടെ ചില്ലിക്കാശിനെ മാനിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അനേകർ വലിയ തുകകൾ വഴിപാടിടുമ്പോൾ ആ വിധവ ചില്ലിക്കാശ് വഴിപാടിടുമ്പോൾ ആ ചില്ലിക്കാശിനെ മാനിക്കുന്ന ഏറ്റവും കൂടുതൽ ഇട്ടത് ഈ വിധവയാണ് എന്ന് പറഞ്ഞതുപോലെ ഈ തോമസ് മൂർ ഇങ്ങനെയാണ് പറയുന്നത്, ആ ഒരു വിധവയുടെ വീട്ടിലെത്തുമ്പോൾ ആ വിധവ മറ്റൊന്നും കൊടുക്കുവാനില്ലാത്തത് കൊണ്ട് വലിയൊരു കുപ്പിയിൽ നിറച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനം എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് അവളുടെ കണ്ണുനീരാണ് നിറച്ചിരുന്നത്. യേശു ക്രിസ്തുവിന്റെ സന്നദ്ധിയിലേക്ക് ഈ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു ചെല്ലുമ്പോൾ യേശു ക്രിസ്തു ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം ഈ ഒരു കുപ്പി ആ കണ്ണുനീരെടുത്തുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള ദൈവസന്നിധിയിൽ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം എന്ന് പറയുന്നത് ഈ കണ്ണുനീരാണെന്ന് അവിടെ പറയുകയാണ്. ഏറ്റവും വിലപിടിപ്പുള്ളതായി ഈ വിധവയുടെ കണ്ണുനീർ തെരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ മനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ മറന്നു പോകരുത്. വീണ്ടും ഒരിക്കൽ കൂടി ഒരു കാര്യം എന്ന് പറയുന്നത് ആവർത്തിക്കപ്പെടണം.
ആ ചെറുപ്പകാലത്ത് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യകാലത്ത് നമ്മൾ ചെയ്തിരുന്ന പ്രവൃത്തികൾ നമുക്ക് പുനരാരംഭിക്കുന്നുവെങ്കിൽ മാത്രമേ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യ സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകണമെങ്കിൽ ആ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അനുഗ്രഹം, നമ്മൾക്ക് ആ ദൈവീക സ്നേഹമുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം എന്താ എന്ന് സാധു സുന്ദർ സിംഗ് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു കാട്ടുതീ പടർന്നു പിടിച്ച ഒരു സന്ദർഭത്തിന്റെ സായം സന്ധ്യയിൽ അദ്ദേഹം ഒരു താഴ്വാരത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുകയാണ് ചെയ്യുന്നത്. എന്താണ് ദൈവത്തിന്റെ സ്നേഹം എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. ആ സാധു സുന്ദർ സിംഗ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ, ആ താഴ്വാരത്തിലെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വഴിയിൽ ഒരു തടസ്സമായിട്ട് ഇങ്ങനെ കല്ലിരിക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അദ്ദേഹം ഒരു കല്ലാണ് എന്ന് കരുതി അതിനെ തട്ടി മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ അത് കല്ലായിരുന്നില്ല. അതിങ്ങനെ തട്ടുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് 3-4 കുഞ്ഞുങ്ങൾ ഇങ്ങനെ പറന്നു പോകുന്നു. ഒരു കോഴിക്കുഞ്ഞുങ്ങളായിരുന്നു പറന്നു പോയത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അവിടെ കാട്ടുതീ പടർന്നു പിടിച്ചപ്പോൾ അതിൻ്റെ അമ്മ പക്ഷി അതിൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അവിടെ ജീവൻ പ്രാപിക്കുന്നു. അമ്മ അവിടെ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ഈ സ്നേഹത്തിലേക്കാണ് നമ്മൾ മടങ്ങിപ്പോകേണ്ടത്. നമുക്ക് വേണ്ടി ജീവൻ നൽകിയ കർത്താവിൻ്റെ ആ സ്നേഹത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സ്നേഹമുള്ളവരായി മാറുകയാണ് ചെയ്യുന്നത്. ആ സ്നേഹം നമ്മൾക്ക് അനുഭവിക്കണമെങ്കിൽ ആ ക്രിസ്തുവിന്റെ മാറിലേക്ക് യോഹന്നാൻ ചാരിയതുപോലെ, ആ മാറിൽ ചാരുമ്പോൾ ദൈവം സ്നേഹമാകുന്ന വെളിപ്പെട്ട് കിട്ടിയതുപോലെ, ആ ക്രിസ്തുവിന്റെ മാറിൽ ചാരുന്നവർക്ക് ആ സ്നേഹം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ എനിക്ക് സ്നേഹത്തിന്റെ സൗരഭ്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ സൗരഭ്യം പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ മറന്നു പോകരുത്. ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ ഇങ്ങനെ കുട്ടികളോട് ചോദിക്കുന്ന വലിയൊരു ചോദ്യമുണ്ട്. എന്താണ് ക്രിസ്തുവിൻ്റെ സ്നേഹമെന്ന് ഒരു എസ്സേ എഴുതുവാനായിട്ട് മക്കൾക്ക് ചുരുക്കം വാക്കുകളിൽ എഴുതുവാനായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അനേക കുട്ടികൾ അനേക ഉദാഹരണങ്ങൾ എഴുതിയപ്പോൾ ഒരു കുട്ടി ഇങ്ങനെയാണ് എഴുതിയത്. ഒരു പട്ടാളക്കാരൻ തൻ്റെ ബൂട്ടുകളിട്ട് ചവിട്ടുമ്പോൾ ഒരു റോസാ പുഷ്പത്തെ ചവിട്ടി ഞെരിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു സുഗന്ധമുണ്ട്. റോസാപ്പൂ ചവിട്ടി അരിക്കപ്പെട്ടാലും അത് റോസാപ്പൂ വിടർന്നു നിൽക്കുമ്പോഴും അതിനൊന്നു മാത്രമേ ഉള്ളൂ, ആ സുഗന്ധം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മറന്നു പോകരുത്. അതിനെ ചവിട്ടി അരയ്ക്കുമ്പോഴും അതിൽ നിന്നുണ്ടാകുന്ന സുഗന്ധമാണ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സുഗന്ധത്തിനോട് ആ കൊച്ചു ഉപമിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് യു ആർ എ ഫ്രാഗ്രൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുദേവന്റെ യേശു ക്രിസ്തുവിന്റെ സുഗന്ധമാണ് നമുക്ക് വേണ്ടത്. യേശു ക്രിസ്തുവിന്റെ സുഗന്ധമുണ്ട് എങ്കിൽ ആദ്യ സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകുവാനായിട്ട് സാധിക്കുമെന്ന് ഈ വേദഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിച്ച വേദഭാഗം എന്ന് പറയുന്നത് ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾക്ക് മടങ്ങിപ്പോകുവാനുള്ള വേദഭാഗങ്ങളാണ്. വെളിപാട് പുസ്തകത്തിലെ വേദഭാഗങ്ങൾ ഉദ്ധരിച്ച് നമ്മൾ പഠിച്ചു. മത്തായിയുടെ സുവിശേഷത്തെ പഠിച്ചു. യോഹന്നാൻ കർത്താവിന്റെ മാറിലേക്ക് ചാരുന്നത് പഠിച്ചു. ഈ വേദഭാഗങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു കാര്യം തീരുമാനിക്കണമെന്ന്, കർത്താവിൻ്റെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് നമ്മൾക്കൊരു തീരുമാനമെടുക്കണം. ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ നമ്മൾക്ക് മടങ്ങിപ്പോകുവാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ കുടുംബത്തെ മടക്കിക്കൊണ്ട് ആദ്യ സ്നേഹത്തിലേക്ക് മടക്കിക്കൊണ്ടു പോകുവാനായിട്ട് സാധിക്കും. നമ്മൾക്കൊരു മാറ്റം വരികയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് മാറ്റം വരും, നമ്മുടെ സമൂഹത്തിന് മാറ്റം വരും, നമ്മുടെ സഭയ്ക്ക് മാറ്റം വരും. ആദ്യ സ്നേഹം എന്ന് പറയുന്ന ആ ക്രിസ്തുവിന്റെ ഏദനിലുണ്ടായിരിക്കുന്ന അനുഭവത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ നമുക്ക് ഇടയാക്കി തീരുവാൻ ഈ പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്നത്തെ സുവിശേഷ ഈ യോഗങ്ങളൊക്കെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും യേശുവിന്റെ ക്രൂശിന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി പോകുവാനുള്ള വേദഭാഗങ്ങളാണല്ലോ കർത്താവെ ഞങ്ങൾ ഇന്ന് പഠിച്ചത്. ഞങ്ങൾ ഇന്നൊരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ആ ചിരാതുകൾ എൻ്റെ ഹൃദയത്തിൽ കത്തിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി അത് കൂടുതൽ പ്രകാശപൂരിതമാക്കുവാൻ ഇന്നത്തെ വേദഭാഗങ്ങൾ ഞങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥനാ വിഷയം യേശുവിൻ്റെ ക്രൂശിൻ്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളിൽ അനേക പേർക്ക് രോഗങ്ങളുണ്ട്, ക്യാൻസർ കൊണ്ട് വലയുന്നവരുണ്ട്, മറ്റനേക രോഗങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട്. ആ പ്രാർത്ഥനാ വിഷയം യേശുവിന്റെ ക്രൂശിന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അനേക മക്കൾ ഇന്ന് വഴിതെറ്റിപ്പോകുന്നു, അനേക രാസലഹരിയുടെ പിടിയിലാണ്.
അവരുടെ യേശുവിൻ്റെ ക്രൂശിൻ്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ഒരിക്കൽ കൂടി യേശുവിൻ്റെ ക്രൂശിൻ്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിലയേറിയ ദാസൻ പ്രിയപ്പെട്ട ഡേവിഡ് സാറിലൂടെ സ്വർഗത്തിലെ ദൈവം സമൃദ്ധിയായി നമ്മെ അനുഗ്രഹിച്ചു. പ്രിയ സാറിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സാറിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വെളിപാട് പുസ്തകം 2:4. എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞതൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നമ്മെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം നോക്കിയിട്ട് ഇങ്ങനെ പറയുമോ? യേശുവിനെ അനുഭവിച്ചറിഞ്ഞ നാളുകളിൽ, ആദ്യ നാളുകളിലുണ്ടായിരുന്ന സ്നേഹത്തിലാണോ നാം ജീവിക്കുന്നത്? ആ സ്നേഹം നമ്മിൽ നിന്ന് നമ്മുടെ ഭവനത്തിലുള്ളവരിലേക്കും നമ്മെ കണ്ടുമുട്ടുന്നവരിലേക്കും ഒക്കെ പകരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഒരു നിമിഷം നമുക്ക് പരിശോധിക്കാം. ദൈവമക്കളെ, ഇന്നത്തെ വചനക്കേൾവി അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേര് വെളിപ്പെടുത്തലെന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബമാണ്. ആ മക്കളുടെ ഉപജീവന മാർഗങ്ങളെ പ്രത്യേകമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ മകന് വിദേശത്ത് പോകാൻ ആഗ്രഹമുണ്ട്, എന്നാൽ ഇപ്പോൾ വേറൊരു ജോലിയിൽ വ്യാപൃതനായിരിക്കുന്നു. ആ ജോലിയിൽ ദൈവത്തിൻ്റെ വലിയ കരുണ, അനുഗ്രഹം ഒഴുകിയിറങ്ങാനായിട്ട് പ്രാർത്ഥിക്കാം. ജീവിത പങ്കാളിക്ക് സ്ഥിരമായി ജോലി ലഭിക്കാനായിട്ടും അതിനുള്ള എല്ലാ തടസ്സങ്ങളും നീക്കുവാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദാനമായി നൽകിയ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ, മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അടുത്ത ബുധനാഴ്ച 9-ാം തീയതി വൈകുന്നേരം ആതിരേസൗഖ്യ ധ്യാനം ആരംഭിക്കുകയാണ്. സാധിക്കുന്നിടത്തോളം പേർ കടന്നു വന്ന് സംബന്ധിക്കണമേ എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ശനിയാഴ്ച ഉച്ചവരെയുള്ള ധ്യാനം, അതുപോലെ യൂട്യൂബിലും ഗൂഗിൾ മീറ്റിലും ഒക്കെയുള്ള ശുശ്രൂഷകളിൽ എല്ലാവരും സംബന്ധിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള അവിധ മാത്യൂസ് മാർ അഫ്രേം തിരുമേനിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള ആചാര്യന്മാർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥന അംഗങ്ങൾ എല്ലാവരെയും, എല്ലാ പ്രവർത്തകരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, സകല വിശുദ്ധരെ മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും, നമ്മളോർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ, സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാ നാളും വർദ്ധിക്കുമാറാകട്ടെ. ആമേൻ.